പക്ഷെ ഒരു വ്യക്തിയാണ്, സഹോദരൻ വ്യക്തിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റു കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ചർച്ചയാവുന്നത്. താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ടെന്ന് രാജിവെക്കുന്ന ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ മാത്രമേ വ്യക്തിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ബിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിൻ്റെ പിതാവ് രാജിവെക്കണം എന്നൊരാവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പോൾ പ്രസ്ഥാനം ആര് പറഞ്ഞു? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? എൻ്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞോ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ? ഞങ്ങൾ പറഞ്ഞ എന്താണ്? അതിനകത്ത് അന്വേഷണം നടക്കണം. കാരണം മയക്കുമരുന്ന് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായി വലിയ സാമ്പത്തിക ഇടപാട്, ഈ ആരോപണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് 6 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ്. പിന്നീട് അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത്? 50 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് വ്യക്തമായി. മാത്രമല്ല ബിനീഷ് കോടിയേരിക്ക് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ആളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ ചെന്നപ്പോൾ, ഷർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട പരിചയമാണെന്ന്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തേണ്ടത് ന്യായമായ കാര്യമാണ്. എന്താ സംശയം? അതുപോലെയാണോ എൻ്റെ സഹോദരൻ? ഞാൻ ഒന്ന് അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല, ഞാനൊരു ജനപ്രതിനിധിയല്ല, ഒരു അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു വ്യക്തിയല്ല. ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി കഴിയുമെങ്കിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള പദവി ഉപയോഗിച്ച് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് പരസ്യമായി ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം, പോലീസുമായി ബന്ധപ്പെടാം, ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്നാരെങ്കിലും പറയട്ടെ. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനില്ല, വ്യക്തിപരമായി പ്രതിരോധിക്കാനില്ല, മറ്റേതെങ്കിലും നിലക്ക് പോലീസിനെ ആക്ഷേപിക്കാനില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഒരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുള്ളത്, അത് മാധ്യമപ്രവർത്തകരോട് ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളതാണ്. ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുത്ത ഈ റിയാസ് തക്കയിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിന് പോലീസ് ഇന്നലെ തന്നെ വിട്ടയച്ചു? അദ്ദേഹത്തെ ആരാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാത്തത്? അതേസമയത്ത് 130 to 121 BNS ആക്ട് പ്രകാരമുള്ളൊരു കേസിനെ സംബന്ധിച്ച് പ്രതിയായ ഒരാളെ പിന്നെ എന്നെയും ചേർത്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തി എന്ന് പോലീസ് തന്നെ പറയുന്ന റിയാസ് തക്കയിൽ എന്ന് പറയുന്ന CPMകാരനെ ബോധപൂർവ്വം മറച്ചു വെക്കുക, അത് ശരിയല്ല എന്ന ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ അന്വേഷണം നടത്തട്ടെ, നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ. ഏതെങ്കിലും നിലക്ക് തെറ്റായ ഒരു പ്രവൃത്തി എൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ കൂടിയായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയും, ഈ CPMമാരൻ പറയുമ്പോൾ ആ CPMകാരിൽ നിന്നാണ് താങ്കളുടെ സഹോദരനിലേക്ക് ഇത് എത്തുന്നത്. അവിടെ നിന്നാണല്ലോ. അല്ല, എൻ്റെ സഹോദരനെതിരെയുള്ള ആക്ഷേപം എന്താണ്? ഇദ്ദേഹമായി വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ്. അതേസമയത്ത് ഈ CPM പ്രവർത്തകനെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? അല്ല, പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് കിട്ടിയിട്ടില്ല, മൊബൈൽ ഫോൺ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അതേസമയത്ത് ഈ കുറ്റസമ്മതം നടത്തിയത് ആരാണ്? റിയാസ് തൊടുകയിലാണ്. അപ്പോൾ റിയാസ് തൊടുകയിൽ ആരാണ്? CPM പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ മുസ്ലിം ലീഗ് പ്രവർത്തകനല്ല, നിങ്ങളത് പരിശോധിക്കുക. അദ്ദേഹം അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ റിയാസ് തൊടുകയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അത് FIRൽ തന്നെ പോലീസ് പറയുന്നു. ആ റിയാസ് തക്കയിലെ ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചു. അദ്ദേഹം CPM പ്രവർത്തകനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അദ്ദേഹം വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യമാകും. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ്. ആ കാര്യം മറച്ചു വെക്കുന്നു. അദ്ദേഹവുമായി വാട്സപ്പ് ചാറ്റ് നടത്തി ഈ പറയുന്ന പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ പ്രതിയായ ഒരാളെയും അദ്ദേഹം എൻ്റെ സഹോദരനാണ് എന്നതുകൊണ്ട് എന്നെയും ചേർത്ത് വ്യാപകമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നു. ഈ പറയുന്ന ബിനീഷ് കോടിയേരിയും KT ജലീലുമൊക്കെ രംഗത്ത് വരുന്നു. ഈ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്.